അവധിക്കാലം ആഘോഷമാക്കി തൃശ്ശൂരിലെ ഒരു കൂട്ടം കുരുന്നുകൾ. ഓൺലൈനിൽ ഒതുങ്ങാതെ കൂട്ടം കൂടി ചക്ക വറുക്കുകയാണ് ഈ കുരുന്നുകൾ. പുത്തൂർ ചെമ്പങ്കണ്ടത്താണ് വേറിട്ട പരിപാടിയുമായി കുട്ടിക്കൂട്ടം ഒത്തുകൂടുന്നത്. പൊതുപ്രവർത്തകനായ ജോർജ് കാക്കശ്ശേരിയുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ ഉൾപ്പെടുത്തി പഴമയുടെ ഓർമ്മ പുതുക്കി ചക്കവറുക്കൽ നടത്തുന്നത്. ഇന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടെ ഈ ചക്കവറുക്കലിന് പുറകിലുണ്ട്. ലഹരി ഉപയോഗങ്ങൾക്കെതിരെ നിരവധി സ്ഥലങ്ങളിൽ ധാരാളം ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ഇത്തരമൊരു വേറിട്ട പരിപാടി തികച്ചും വ്യത്യസ്തമാവുകയാണ്. കുട്ടികളെ ഒഴിവു സമയങ്ങളിൽ ഇത്തരം ജോലികൾ ഏൽപ്പിച്ചാൽ അവർ മറ്റു കൂട്ടുകെട്ടുകളിൽ പോയി പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്നും അതിനാലാണ് ധാരാളം ചക്ക ലഭിക്കുന്ന മലയോര ഗ്രാമമായ ചെമ്പങ്കണ്ടത്തെ കുട്ടികളെ ഉൾപ്പെടുത്തി ഇത്തരം ക്രിയാത്മക പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചതെന്നും ജോർജ് കാക്കശ്ശേരി പറയുന്നു. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളിയാണ്. ഒന്ന് മാറാ രോഗവും, രണ്ടാമത്തത് മയക്കുമരുന്നിൻ്റെ അതിപ്രസരത്തിലുള്ള പ്രശ്നങ്ങളും. നല്ല ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മാറാ രോഗങ്ങൾ വരുന്നത്. ക്യാൻസർ, കിഡ്നി, ലിവർ, അതുപോലെ തന്നെ മറ്റുള്ള രോഗങ്ങൾ. എല്ലാ രോഗങ്ങളുടെയും പ്രധാന കാരണം മായം കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് എന്നാണ് ശാസ്ത്ര പഠനം, ഡോക്ടർമാരുടെ നിരീക്ഷണമൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വലിയ ഒരു ദുരന്തമാണ് ഇന്ന് നമ്മുടെ ന്യൂജൻ തലമുറയിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ പുതിയ തലമുറ മയക്കുമരുന്നിനും സിന്തറ്റിക് ഡ്രഗ്സിനൊക്കെ അടിമകളായി സമൂഹത്തിൽ ഏറ്റവും വലിയ അപകടം നിറഞ്ഞ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എത്തുന്ന കുട്ടികൾ ചക്കയിടുന്നതിനും വെട്ടിയരിയുന്നതിനും വറുത്തു കോരുന്നതിനും വൃത്തിയായി പാക്ക് ചെയ്യുന്നതിനും ഒപ്പം കൂടാറുണ്ട്. നാട്ടിലെ മില്ലുകളിൽ നിന്നും വാങ്ങുന്ന വെളിച്ചെണ്ണയിൽ വറുത്തു കോരുന്ന ചക്ക ഉപ്പേരിക്ക് ആവശ്യക്കാരും കൂടുതലാണ്. ചെറിയ വരുമാനം ലഭിക്കുന്നതോടെ ദിവസവും ചക്കവറവിനെത്തുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. വെക്കേഷൻ കാലത്ത് എല്ലാ പിള്ളേരും ഗ്രൗണ്ടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ലഹരികൾക്കും മയക്കുമരുന്നിന് അടിമപ്പെട്ട് അവരുടെ വെക്കേഷൻ കാലം മൊത്തം ആകെ ഇതായി പോകും. അപ്പം നമ്മുടെ സ്വന്തം അപ്പനമ്മമാരുടെ ഒപ്പം ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ചക്ക വറുത്ത് വിഷു ആണല്ലോ, വിഷുവിനോടനുബന്ധിച്ച് ചക്ക വറുത്ത് ഓരോ വീടുകളിലേക്ക് അല്ലെങ്കിൽ കടകളിലേക്ക് എത്തിച്ച് അങ്ങനെ അതിനുവേണ്ടി ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. വാർഡ് മെമ്പർ നിമിഷ രതീഷ്, ജോർജിന്റെ മകൾ ഡോക്ടർ അനഘ, ചാരിറ്റി പ്രവർത്തകൻ തോമസ് ഐക്കരാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചക്കവറവ് പരിപാടിയിൽ 4ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 20ഓളം കുട്ടികളാണ് ദിവസേന എത്തുന്നത്. നമ്പർ 1 കേരളി എന്ന പേരിലാണ് ചക്ക ഉപ്പേരിയുടെ വിൽപ്പന. ഉപ്പേരി വിറ്റ് കിട്ടുന്ന പണം സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വാങ്ങാനാണ് തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.